ബോളിവുഡും സൽമാൻ ഖാനും വാണ്ടഡിന് മുൻപും ശേഷവും 2008 മുതൽ 2012 വരെയുള്ള എൻ്റെ ബോംബെ ജീവിതകാലം. ആ സമയത്ത് 9XM, P4U, ETC എന്നീ ചാനലുകളിൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആ സിനിമയുടെ ടീസർ, പാട്ടുകളുടെ ഭാഗങ്ങൾ എന്നിവ തുടർച്ചയായി കാണിച്ചുകൊണ്ടേയിരിക്കും. എനിക്ക് ആ തരത്തിലുള്ള പ്രൊമോഷനുകൾ വളരെ പുതുമയായി തോന്നി. കാരണം ഇത്രയും കാലം കിരൺ ടി വിയിൽ വൈകിട്ട് 4 മണിക്ക് സംപ്രേഷണം ചെയ്യുന്ന ട്രെയിലർ ടൈം ഞാൻ മുടങ്ങാതെ കാണുമായിരുന്നു. അതിൽ ഒരു സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് അതിൻ്റെ ട്രെയിലർ ഇട്ട് തുടങ്ങുക. പറഞ്ഞു വരുന്നത്, എനിക്ക് ബോളിവുഡ് സിനിമകളോടുള്ള എക്സ്പോഷർ കിട്ടുന്നത് ഇത്തരം പ്രൊമോഷനുകളിലൂടെയായിരുന്നു. അങ്ങനെ ഓരോ സൂപ്പർ താരങ്ങൾ വന്ന് ഹിറ്റടിച്ചു കൊണ്ടിരുന്ന കാലം. അക്ഷയ് കുമാറിന് സിംഗ് ഈസ് കിങ്, ആമിർ ഖാന് ഗജനി, ഷാറുഖ് ഖാന് റബ്നെ ബനാതി ജോഡി. എന്നാൽ ഇവരെക്കാളേറെ ഫിസിക്കും സ്ക്രീൻ പ്രസൻസും ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള നടൻ സൽമാൻ ഖാൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹം ആക്ഷൻ സിനിമകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഗർവ് എന്നൊരു ചിത്രത്തിൽ അദ്ദേഹം പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ചിത്രം ഞാൻ കണ്ടിട്ടില്ല. വാണ്ടഡിന് മുമ്പ് ഇദ്ദേഹം ആക്ഷൻ സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്നാൽ ഇദ്ദേഹം ആ സമയത്ത് ചെയ്തിരുന്ന സിനിമകളാവട്ടെ ഹലോ, മേ ഓർ മിസസ് ഖന്ന, ഗോഡ് ടു സി ഗ്രേറ്റ് ഹോ, യുവരാജ്, ലണ്ടൻ ഡ്രീംസ്, കൂടാതെ ദസ് കാ ദം, ബിഗ് ബോസ് എന്നീ ഷോകളിലെ ഹോസ്റ്റായും അദ്ദേഹത്തെ കാണാമായിരുന്നു. അങ്ങനെ ഒരു ആക്ഷൻ സിനിമയുടെ ട്രെയിലർ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംവിധാനം പ്രഭുദേവ എന്ന് എഴുതി കണ്ടു. അതിൽ ലോക്കൽ ട്രെയിനിലെ ഒരു സീൻ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് പോക്കിരിയുടെ റീമേക്ക് ആണെന്ന്. അങ്ങനെ പടം ഇറങ്ങി, ഹിറ്റായി. എന്നാൽ അതൊരു ഹിറ്റ് മാത്രമായിരുന്നില്ല, ഒരു തുടക്കമായിരുന്നു. സൗത്ത് ഡബ്ബിംഗ് സിനിമകൾ മാത്രം കണ്ടിരുന്ന നോർത്ത് ഇന്ത്യൻസിന് അതേ ഫ്ലേവർ കിട്ടിയ ആദ്യ സിനിമ. മുൻപും ഹിന്ദിയിൽ സൗത്ത് പടങ്ങൾ റീമേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവയിൽ നിന്നെല്ലാം വ്യത്യാസമായിരുന്നു വാണ്ടഡ്. ഒരു തമിഴ് പടം അല്ലെങ്കിൽ തെലുങ്ക് പടം കണ്ട ഫീൽ. ഉദാഹരണത്തിന് അമീർ ഖാനെ വെച്ച് മുരുകദോസ് ഗജനി റീമേക്ക് ചെയ്തെങ്കിലും അദ്ദേഹം ഒരു ബോളിവുഡ് മീറ്റർ പിടിച്ചാണ് ഗജനി എടുത്തത്. ഗജനി ഹിന്ദിയും തമിഴും കണ്ടാൽ ആ വ്യത്യാസം മനസ്സിലാകും. എന്നാൽ വാണ്ടഡ് അങ്ങനെയായിരുന്നില്ല. പ്രഭുദേവ എങ്ങനെയാണ് ആ സിനിമ തമിഴിൽ എടുത്തത് അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും എടുത്തു വെച്ചത്. ശരിക്കും അതൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു ബോളിവുഡിനും സൽമാൻ ഖാനും. ആ സിനിമയ്ക്ക് ശേഷം സൽമാൻ ഖാന് പിന്നെ ആക്ഷൻ വിട്ടൊരു കളി ഉണ്ടായിട്ടില്ല. ബോളിവുഡിലാകട്ടെ നിരവധി മാസ് മസാല പടങ്ങൾ വരാൻ തുടങ്ങി. അതും എല്ലാം സൗത്ത് ഇന്ത്യൻ റീമേക്കുകൾ.